വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2ാമത്തെ അധ്യായം ആദ്യകാല രാഷ്ട്രങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ളതും മുന്നോട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പ്രധാനമായും 4 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗ്രീസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വലയങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 5 വൻകരകളാണുള്ളത്. ആ 5 വൻകരകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലയങ്ങൾക്ക് ഓരോ നിറം കൊടുത്തിട്ടുള്ളത്. അതിൽ നീല നിറം സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ വൻകരയെയാണ്. അടുത്തത് മഞ്ഞ നിറം ഏഷ്യ വൻകരനെ സൂചിപ്പിക്കാനുള്ളതാണ്. അടുത്തത് പച്ച ഓസ്ട്രേലിയ, റെഡ് അഥവാ ചുമപ്പ് അമേരിക്ക, കറുപ്പ് ആഫ്രിക്ക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ് കേട്ടോ. പുരാതന ഗ്രീസിലെ ഏതൻസ് എന്ന് പറയുന്ന നഗര രാഷ്ട്രത്തിലായിരുന്നു 1896 ആദ്യമായിട്ട് ഒളിമ്പിക്സ് അരങ്ങേറിയത്. ഇനി ഒളിമ്പിക്സിൻ്റെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ്? പിയറി ബാരൻ ഡി കുബർട്ടിനെയാണ്. പിയറി ബാരൻ ഡി കുബർട്ടിൻ. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ എന്നാണ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, അത് മറക്കരുത്. ഇനി ഗ്രീക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ഗ്രീക്കിലെ നഗരരാഷ്ട്രമായിരുന്ന ഏതൻസിലാണ് ജനാധിപത്യ ഭരണം ഉടലെടുത്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. ജനസംഖ്യയിലും ഇന്ത്യ മുന്നിലാണ്. ഇനി ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഗ്രീസിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ചോദിക്കും. അപ്പോൾ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ്. തെക്ക് കിഴക്കൻ യൂറോപ്പിൻ്റെ ഭാഗമാണ് ഗ്രീസ്. ഗ്രീസിൻ്റെ മറ്റ് ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ്, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങളൊക്കെ ഗ്രീസിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രസ്താവന തരത്തിൽ നമ്മളോട് ഗ്രീസിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. അപ്പോൾ ഓർമ്മിച്ച് വെക്കണം, പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. പിന്നെ അവരുടെ ഉപജീവന മാർഗം കൃഷി, കച്ചവടം. ഈ കൃഷി കച്ചവടമൊക്കെ വികസിച്ചപ്പോൾ അവിടെ നഗരങ്ങൾ രൂപം കൊണ്ട് കാലക്രമേണ ഒരു നഗരവും അതിന് ചുറ്റുള്ള ഗ്രാമങ്ങളും കൂടെ ചേർന്ന് നഗര രാഷ്ട്രങ്ങളായിട്ട് അത് രൂപാന്തരം പ്രാപിച്ചു. അപ്പോൾ ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളെ വിളിച്ചിരുന്ന പേരെന്താണ്? പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓർമ്മിച്ചു വെക്കുക. ഇനി ഈ മാപ്പ് നോക്ക്. ഈ മാപ്പിൽ ഗ്രീസ് കൊടുത്തിട്ടുണ്ട്. ഗ്രീസ് നമ്മൾ നേരത്തെ പഠിച്ചു, തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? തീബ്സ്, കൊറിന്ത്, ഏതൻസ്, സ്പാർട്ട. പുരാതന ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ തീബ്സ്, കൊറിന്ത്, ഏതൻസ്, സ്പാർട്ട. ഇനി ഈ മാപ്പ് നോക്കുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ നഗര രാഷ്ട്രങ്ങളെയൊക്കെ പർവ്വതങ്ങളോ അല്ലെങ്കിൽ സമുദ്രമോ അല്ലെങ്കിൽ കടലുകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നഗര രാഷ്ട്രവും ഒറ്റപ്പെട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ PSC ഇടുന്ന ഒരു ഹിൻ്റ് എന്ന് പറയുമ്പോൾ, ഗ്രീസിൽ പൊതുഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് കൊടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രീസിൽ പൊതുഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണ്? കടലോ പർവ്വതമോ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളെ വേർതിരിച്ചിരുന്നതിനാലാണ് ഓരോ രാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പൊതുഭരണ സംവിധാനം അവിടെ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും കേട്ടോ. ഏതൻസും സ്പാർട്ടയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. കൊറിന്ത്, തീബ്സിനെ കുറിച്ച് അത്ര കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. ഗ്രീസിലെ നഗരരാഷ്ട്രമായിട്ടുള്ള ഏതൻസിനെ കുറിച്ച് നോക്കാം. ഏതൻസിനെ കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത്. ഏതൻസിലെ ജനാധിപത്യം നിലനിന്നിരുന്നുവെങ്കിലും ഭരണാധികാരികളെ തിരഞ്ഞെടുത്തിരുന്നത് ഗ്രീക്ക് പൗരത്വമുള്ള പുരുഷന്മാരാണ്. തദ്ദേശീയരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾക്ക് പൗരത്വ പദവി ഏതൻസിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ പെരിക്ലിസിൻ്റെ കാലത്താണ് ഏതൻസിലെ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഓർമ്മിച്ചു വെക്കുക, ആരുടെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്? ആരുടെ കാലത്താണ്? പെരിക്ലിസ്. പിന്നെ ഏതൻസിലെ രാഷ്ട്രീയ സഭ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
ഏഥൻസിൻ്റെ മറ്റു പ്രത്യേകതകൾ. ഒളിമ്പിക്സ് തുടങ്ങിയത് ഏഥൻസിലാണ് 1896. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഏഥൻസിൽ നിലനിന്നിരുന്നത്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ആവശ്യമായിരുന്നു. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏഥൻസിൻ്റെ മറ്റു പ്രത്യേകതകളാണ്. ഓർമ്മിച്ചു വെക്കുക, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പട, സൈനിക വ്യൂഹം, കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി. ഇനി ആരാണ് ഏഥൻസിലെ പൗരന്മാർ? ഏഥൻസിൽ എല്ലാവരെയും പൗരന്മാരായിട്ട് പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷാകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പൗരത്വം ലഭിച്ച ഒരു പുരുഷന് മാത്രമേ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് പെരിക്ലിസിനെ കുറിച്ച് പഠിക്കാം. ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായിട്ടുള്ള ഒരു സ്ഥാനം ഗ്രീസിൽ നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. അടുത്തത് ഗ്രീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരരാഷ്ട്രമായിട്ടുള്ള സ്പാർട്ടയെക്കുറിച്ച് ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. സ്പാർട്ടയിൽ പ്രഭു ഭരണമാണ് നിലനിന്നിരുന്നത്. ഏഥൻസിൽ ജനാധിപത്യമായിരുന്നെങ്കിൽ സ്പാർട്ടയിൽ പ്രഭു ഭരണമാണ് നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസം. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. അപ്പോൾ ഏഥൻസിൽ 2 വർഷമായിരുന്നെങ്കിൽ ഇവിടെ 23 വർഷമാണ് ആൺകുട്ടികൾക്ക് സൈനിക സേവനം വേണ്ടി വന്നത്. അടുത്തതായി ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. അപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഏഥൻസും സ്പാർട്ടയും സംയുക്ത സൈന്യമായിട്ട് പേർഷ്യയെ ആക്രമിച്ചു. അപ്പോൾ ഈ പേർഷ്യയെ ആക്രമിച്ച ആ യുദ്ധങ്ങളെ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഓർമ്മിച്ചു വെക്കുക, ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏഥൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ച് കീഴടക്കി. ഈ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധം എന്നാണ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി ഹെറഡോട്ടസ് രചിച്ച കൃതി ഏതാണ്? ദ ഹിസ്റ്ററീസ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ചരിത്ര കൃതിയാണ് ദ ഹിസ്റ്ററീസ്. എഴുതിയതാരാണ്? ഹെറഡോട്ടസ്. ചരിത്രത്തിൻ്റെ പിതാവായ ഹെറഡോട്ടസ് ആണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി ദ ഹിസ്റ്ററീസ് എന്ന ബുക്ക് രചിച്ചത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നീട് നഗരരാഷ്ട്രങ്ങളായ ഗ്രീസിലെ തന്നെ സ്പാർട്ടയും ഏഥൻസും തമ്മിൽ ശത്രുതയിലായി. അങ്ങനെ അവർ തമ്മിൽ നടത്തിയ യുദ്ധമാണ് പൊലപ്പിനീഷ്യൻ യുദ്ധം. പൊലപ്പിനീഷ്യൻ യുദ്ധത്തിൽ ജയിച്ചത് സ്പാർട്ടയാണ്. അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ്, സ്പാർട്ടയും ഏഥൻസും തമ്മിൽ നടന്ന പൊലപ്പിനീഷ്യൻ യുദ്ധത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയത് തുസിഡൈഡ്സ് ആണ്. ഹിസ്റ്ററി ഓഫ് ദ പൊലപ്പിനീഷ്യൻ വാർ എന്നാണ് ബുക്കിൻ്റെ പേര്. പൊലപ്പിനീഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഹിസ്റ്ററി ഓഫ് ദ പൊലപ്പിനീഷ്യൻ വാർ എന്ന കൃതി രചിച്ചതാരാണ്? തുസിഡൈഡ്സ്. അടുത്തത് മാരത്തൺ ഓട്ടം. നമുക്കറിയാം ഇപ്പോൾ എല്ലായിടത്തും മാരത്തോൺ ഹിറ്റാണ് അല്ലേ, ട്രെൻഡാണ്. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏഥൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏഥൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തി വിളിച്ചു. അപ്പോൾ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായിട്ട് ആ വിജയവാർത്ത പറഞ്ഞ ഉടനെ തന്നെ അയാൾ മരണപ്പെട്ടു. ഈ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന പേര് നൽകിയിട്ടുള്ളത്. അപ്പം മാരത്തോൺ ഓട്ടത്തിന് തുടക്കം വെച്ചത് ഗ്രീക്കുകാരാണ്. അടുത്തത് ഗ്രീക്കിലെ തത്വചിന്തകർ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അറിവാണ് നന്മ എന്ന് പറഞ്ഞ തത്വചിന്തകൻ അതാരാണ്? നോളജ് ഈസ് വെർച്യു എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. ഗ്രീക്ക് ഫിലോസഫിയുടെ പിതാവായിട്ടാണ് സോക്രട്ടീസിനെ കണക്കാക്കുന്നത്. അറിവാണ് നന്മ അല്ലെങ്കിൽ നോളജ് ഈസ് വെർച്യു എന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ചിന്താരീതിയാണ് സംവാദ രീതി, സോക്രാറ്റിക് മെത്തേഡ്. ഇനി അടുത്തത് പ്ലാറ്റോ. സോക്രട്ടീസിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു പ്ലാറ്റോ. അപ്പോൾ പ്ലാറ്റോ സ്ഥാപിച്ച പഠന കേന്ദ്രമാണ് അക്കാദമി. അതെല്ലാം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ, അക്കാദമി. അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന കൃതി. റിപ്പബ്ലിക് പ്ലാറ്റോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. അത് PSC ചോദിക്കാറുണ്ട്. ഇനി അരിസ്റ്റോട്ടിലിനെ കുറിച്ച് പറയാം. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കാണ്
പൊളിറ്റിക്സ് അല്ലേ, പൊളിറ്റിക്സിൻ്റെ പിതാവായിട്ട് ആരെയാണ് കണക്കാക്കുന്നത്? അരിസ്റ്റോട്ടിലിനെ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് പരിഗണിക്കുന്നത് ആരെയാണ്? അരിസ്റ്റോട്ടിലിനെയാണ്. അപ്പോൾ അദ്ദേഹം പ്ലാറ്റോയുടെ അക്കാദമിയിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അടുത്തതായി ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങളാണ് ഇലിയഡ്, ഒഡീസി. അപ്പോൾ പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ഹോമറിൻ്റെ ഇതിഹാസ കാവ്യങ്ങൾ ഏതൊക്കെയാണ്? ഇലിയഡ്, ഒഡീസി. ഹോമറിൻ്റെ ഇലിയഡിൻ്റെ ഇതിവൃത്തം ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ ആക്രമണമാണ് കേട്ടോ. അപ്പോൾ ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ് ഇലിയഡ്. അപ്പോൾ ഇലിയഡിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു മരക്കുതിരയെക്കുറിച്ചുള്ള കഥ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഗ്രീക്കുകാർ ഈ യുദ്ധത്തിൽ തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു മരക്കുതിര ഉണ്ടാക്കി ഒരുപാട് ഭടന്മാർ അതിനകത്ത് ഒളിച്ചിരിക്കും. അപ്പോൾ ഈ മരക്കുതിരയും കൊണ്ട് ട്രോയ് നഗരത്തിൽ ചെല്ലുമ്പം ട്രോയ് നഗരത്തിലുള്ള ആളുകൾ വിചാരിക്കും ഇവർ സമ്മാനമായിട്ടാണ് ഈ മരക്കുതിര തന്നത്, യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട് സമ്മാനമായിട്ട് ഗ്രീക്കുകാർ തന്നതാണെന്ന് വിചാരിക്കും. അങ്ങനെ രാത്രിയാകുമ്പം ഈ മരക്കുതിരയിൽ നിന്ന് ഭടന്മാർ ഇറങ്ങിയിട്ട് ഈ ട്രോയ് നഗരം എന്ത് ചെയ്യും? നശിപ്പിക്കും, അതിനെ അഗ്നിക്ക് ഇരയാക്കും. അതാണ് ഇലിയഡിലെ കഥ. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ പേർഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്